ജോൺസേട്ടാ, ഓണം കഴിഞ്ഞ പിന്നെ കടയില് ആൾക്കാരെ വരവ് വളരെ കുറഞ്ഞു പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താ, കച്ചവടം കുറവാണോ? കറക്റ്റാണ്. ഓണത്തിൻ്റെ തലേദിവസം വരെയുള്ള ഒരു ഒഴുക്കല്ല ഓണം കഴിഞ്ഞപ്പോൾ. പ്രത്യേകിച്ച് ഈ ഉച്ച നേരത്തെ തീരെ പൊതുവെ ആൾ കുറവാണ്. കാരണം നമ്മൾ കുരിയശ്രീയാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി വരെയൊക്കെ ആളുകൾ വന്നാൽ പിന്നെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങൽ വളരെ കുറവാണ്. ഒരു 5 മണി കഴിഞ്ഞിട്ടാണ്, പിന്നെ ഒരു 9 മണി വരെയാണ് പിന്നെ തിരക്ക് വരിക. സാധാരണ ഡേറ്റുകളിലൊരു 2 മണി 3 മണി 4 മണി വരെയൊക്കെയുള്ള സമയത്ത് വളരെ തിരക്ക് കുറവാണ്. ആ സമയത്താണ് നമ്മൾ കാണാനായിട്ട് വരുന്ന ആളോടൊക്കെ വരാൻ പറയുക, സംസാരിക്കേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തിരക്ക് കുറവുള്ള സമയമായതുകൊണ്ട് വരുന്നവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഓണം കഴിഞ്ഞപ്പോൾ കാലകാലങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് മേടിച്ച് വയ്ക്കുന്ന സാധനമുണ്ട്. ഒരു വിശേഷം വരുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, അരി, ബിരിയാണി അരി എല്ലാ സാധനം മേടിക്കുമ്പോൾ കുറച്ചധികം നമ്മൾ വാങ്ങിച്ചു വയ്ക്കില്ല. പിന്നെ നമുക്ക് ഈ ഓണം കഴിഞ്ഞ് 3-4 ദിവസം നന്നായിട്ടൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാലാണ് വീട്ടിലേക്ക് സാധനങ്ങൾ ആവശ്യം വരുള്ളൂ. പിന്നെ നമ്മളുടെ ഫുഡ് ഐറ്റത്തിൽ നമ്മുടെ ബിരിയാണി അരി, മസാല സാധനങ്ങളൊക്കെ ഇനി ശനിയാഴ്ച അല്ലെങ്കിൽ ഇപ്പം ഇന്ന് വൈകിട്ട്, സാധാരണ വൈകിട്ടുള്ള നമുക്ക് തിരക്ക് കൂടുതൽ. ഇന്ന് വൈകിട്ട് കൂടുതൽ ആൾ വരും. അതുപോലെ നാളെ രാവിലെ മുതൽ ഫുള്ളായിട്ട് തിരക്ക് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുഡായിട്ട് ബന്ധപ്പെടുന്ന ഐറ്റം ആയതുകൊണ്ട് ഒരു ഞായർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച കുറച്ച് 1-2 ആൾ സാധനങ്ങൾ മേടിക്കാനുണ്ടാകും വീടുകളിൽ. പക്ഷെ പിന്നെ ഒരു ലേശം ലാഗി. പിന്നെ വെള്ളി ശനി ആകുമ്പോഴാണ്, ഞായറാഴ്ചയിലാണ് നമ്മുടെ ഫുഡ് ഐറ്റം ആയതുകൊണ്ട് ഞായറാഴ്ചയാണ് ടാർഗറ്റ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നേരത്ത് ഒന്ന് പറയാം, നമ്മളൊരു 1 മണി 2 മണി 3 മണി എന്ന് പറഞ്ഞാൽ കുരിയച്ചിറ വളരെ ആൾ കുറവാണ്. അതാണ് കാര്യം. അപ്പം നമുക്ക് ആ സമയത്ത് സംസാരിക്കാൻ വരുന്ന ആളുകൾ, പല വിഷയങ്ങളായിട്ട് വരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ സമയത്ത് വരുമ്പോൾ നമുക്ക് ആ സമയത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഇതാണ് പരിപാടി. അപ്പോൾ ഈ ഒഴിവ് സമയത്ത്, ഈ ഉച്ച സമയത്ത് ആളുകൾ ജോൺസേട്ടനെ കാണാൻ വേണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാണ് ജോൺസേട്ടന് അവരുടെ നോക്കിയിട്ട് ഫലം പറയാനായിട്ട് പറ്റണം? അതെന്താ വെച്ചാൽ നമ്മളുടെ കട ഇപ്പോൾ ഒരു 34 വർഷമായില്ലേ. പിന്നെ ഞാൻ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു 80 മുതൽ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ടുള്ള ആളാണ്. നമ്മൾ അത്രയധികം സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കണ്ടമാനം നമ്മൾ ഹോട്ടലുകൾ, ബേക്കറികൾ, പലചരക്ക് പീടികകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പിന്നെ എല്ലാ തരം ജനങ്ങളായിട്ട്, പിന്നെ നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ ഇങ്ങനെ ഇടപെട്ടിട്ടുള്ള ആളായതുകൊണ്ട് ജനങ്ങളെ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നൊരു പ്രകൃതി ഉണ്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ ഓരോ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവം, നമ്മൾ കടകൾ നോക്കി കഴിഞ്ഞാൽ ഹൈ റോഡ്, നമ്മൾ ഓർഡർ എടുക്കാൻ പോകുമ്പോൾ ഹൈ റോഡിലൂടെ പോകും, MO റോഡിലൂടെ പോകും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഈ റൗണ്ടിൽ കയറും, കുറുപ്പൻ റോഡ്, അരിയങ്ങാടി, നായരങ്ങാടി. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഓരോ കടകൾ ഇങ്ങനെ പൂട്ടി പോയിട്ട് ബോർഡ് മാറി വരും. കടകൾ അവിടെ ഉണ്ടാവും, പക്ഷേ ബോർഡ് മാറിപ്പോയിട്ടുണ്ടാവും. നമ്മൾ MO റോഡിൽ നിങ്ങൾ ശരിക്കും ഒന്ന് വാച്ച് ചെയ്തറിയാം. MO റോഡ്, ഹൈ റോഡ്, ഈ മറ്റേ റൗണ്ട്, ശരിക്കും നമ്മുടെ MG റോഡ് ശരിക്കും വാച്ച് ചെയ്താൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ സാധനം അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ കടയുടെ ബോർഡ് മാറിപ്പോയിട്ടുണ്ട്. 1-2 കടകളായിരിക്കും പഴയ കടകൾ MO റോഡിലായിരുന്നു, ഹൈ റോഡിലായിരുന്നു, ബാക്കിയൊക്കെ ബോർഡ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സമയത്തും ഓരോ കടകളിലേക്ക് ഓർഡർ എടുക്കാൻ ചെല്ലുമ്പോഴും സപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴും നമ്മൾ അവരെ വീക്ഷിക്കാറുണ്ട്, അവരുടെ സംസാരങ്ങൾ, രീതികൾ, ഇടപെടുന്ന രീതികളൊക്കെ. അപ്പം നമുക്ക് ഓരോ സംഭവങ്ങളും നമ്മൾ വാച്ച് ചെയ്ത് നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ ഭാവി ഭൂതം വർത്തമാനങ്ങളോ, ഇന്നത് സംഭവിക്കും, ഇന്ന ചാൻസ്, ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് നമുക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ കണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു അറിവ് വരികയാണ്. അതെല്ലാവർക്കും അങ്ങനെ പറ്റും. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ ചെല്ലുമ്പോൾ, കള്ളന്മാരൊക്കെ ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് അവർക്ക് മനസ്സിലാവും കട്ടുണ്ടോ കട്ടില്ല എന്നൊക്കെ. കാരണം നിരപരാധി ഒരാൾ വരികയാണെങ്കിൽ പോലീസുകാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ മനഃപൂർവ്വം അവനെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നിവൃത്തിയില്ല. സാധാരണ പോലീസുകാർക്ക് വരും വെച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ ആളുകളെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്. അതുപോലെ നമ്മളിപ്പോൾ ഇത്രയും വർഷമായല്ലോ, അതുകൊണ്ട് ഓരോരുത്തർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലെ ഓരോ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് വായനാശീലമുള്ളവർ, എനിക്ക് വീക്ക്നെസ് വായന ചെയ്യുന്നു. ചെറുപ്പം തൊട്ടുള്ള ഭയങ്കര വീക്ക്നെസ്സാണ് വായന. അപ്പോൾ നമ്മൾ രാമായണം, മഹാഭാരതം, ഖുറാൻ, ബൈബിള്, പിന്നെ നമ്മുടെ സ്പോർട്സ്, സിനിമ, രാഷ്ട്രീയം, മതം, എല്ലാ വിഷയങ്ങളും നമ്മളിങ്ങനെ ഭയങ്കര വായന ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ വായനയുടെ ഇത് കുറഞ്ഞു പോയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ്, ഓൺലൈൻ
മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമ്മൾ വായന ഇത്തിരി കുറഞ്ഞു. പിന്നെ നമുക്ക് വായിക്കാനുള്ള വിഭവങ്ങളില്ല. ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല വാരാന്ത്യ പതിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നല്ലാണ്ട് പൊതുവെ പത്രങ്ങളിൽ കുറവാണ് ഈ TV ചാനലുകളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ അറിവ് വെച്ചിട്ട് ഇതൊക്കെ പാരമ്പര്യമായിട്ട് ലോകത്തുള്ള അറിവുകൾ നമ്മളിങ്ങനെ മനസ്സിലായതുകൊണ്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. പിന്നെ നമ്മൾ സാമുദ്രിക ലക്ഷണം ഉണ്ട്, പിന്നെ നമ്മൾ ഈ ജ്യോതിഷം, കൈനോട്ടം, പല പല ഇതുകളുണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഒരു 5% 10% ശരികളുണ്ടെന്ന്, എല്ലാം 100% കറക്റ്റാവണമെന്നില്ല. എങ്കിലും പിന്നെ നമ്മുടെ സംസാര ശൈലി, ബോഡി ലാംഗ്വേജ്, ഇത്തരം ഇതിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നു അവരുടെ ഒരാൾക്ക് എത്ര പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്, ഭാഗ്യം എന്ത് വരും അല്ലെങ്കിൽ മൈനസ് എന്ത് വരും എന്നൊക്കെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിങ്ങനെ പറയുമ്പോൾ അവർ സാധനങ്ങൾ മേടിക്കാൻ വരും. അപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയും, അവർ വേറെ ആളുടെ അടുത്ത് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ പറഞ്ഞിട്ട് 4 ആൾ കടയിലേക്ക് വരും. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാകുമ്പോൾ അവരെന്ത് ചെയ്യും, വേറെ 4 ആളോട് പറയും. പിന്നെ നമ്മൾ കാലങ്ങളായിട്ട് നല്ല സാധനങ്ങളാണ് കൊടുക്കുക. നമ്മുടെ കടയിൽ എപ്പോഴും നല്ല ഏത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഏത് കടയിൽ പോകുന്നതിനേക്കാളും നല്ല സാധനം നമ്മളെപ്പോഴും കൊടുക്കും. മാത്രമല്ല റേറ്റ് ഒരിക്കലും കൂടുതൽ വരാറില്ല. കാരണം ഏത് കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല സാധനങ്ങൾ കിട്ടും, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. പിന്നെ വില ഒരിക്കലും നമ്മൾ അധികം വാങ്ങിക്കാറില്ല. നമ്മൾ ന്യായമായൊരു വില, എല്ലാവരും ലാഭം എടുത്ത് കച്ചവടം ചെയ്യുന്ന പോലെ നമുക്കൊരു ചെറിയൊരു ലാഭം എന്നുള്ള രീതിയിലുള്ള കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ആളുകൾ അവർ തങ്ങുമ്പോൾ വിലക്കുറവ്, നല്ല സാധനങ്ങൾ നല്ലത് കിട്ടുന്നു. പിന്നെ നമ്മൾ വരുന്ന ആളായിട്ട് നന്നായിട്ട് സംസാരിച്ച് നല്ല ഫ്രണ്ട്ലി ആവുന്നതുകൊണ്ട് അതൊക്കെ അവരുടെ ഒരു കട, അവരുടെ സ്വന്തം ഒരു സ്ഥാപനം എന്നുള്ള ലെവലിലേക്ക് അവർ എത്തപ്പെടുന്നതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് 4 ആളുടെ അടുത്ത് പറയും അവിടെ പോകും എന്ന് പറയും. അങ്ങനെ ആളുകൾ നമ്മുടെ കടയിലേക്ക് വരും. അപ്പോൾ മിനിമം നമുക്ക് ഒരു ആവറേജ് ഒരു കച്ചവടം ഇങ്ങനെ മുട്ടിപ്പോകും. ഇപ്പം നമ്മൾ 34 വർഷമായിട്ട് നിലനിന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ ചെറിയൊരു വിഷയമല്ല. കാരണം ഓൺലൈനിൽ മാധ്യമങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ നിറഞ്ഞ് വരില്ലേ. എന്നിട്ട് നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല തന്നെ ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ദൈവാനുഗ്രഹമുള്ള ഒരു കടയാണ്. അപ്പോൾ അത് വരുന്നവർക്കറിയാം. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപെടുന്നവർക്കൊക്കെ നല്ല സ്നേഹമുള്ള ആളുകളായതുകൊണ്ട് അവർ ഇങ്ങനെ 4 ആളോട് പറഞ്ഞൊരു മൗത്ത് പബ്ലിസിറ്റി, ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താണ് അല്ല, ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ജോൺ ചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആൾക്കാർ കച്ചവടത്തിന് വളരെ കുറവ്, കടയിലെ ആൾക്കാർ വന്നാലും ഇല്ലെങ്കിലും ജോൺ ചേട്ടൻ എന്നും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് മെയിനായിട്ടേ നമ്മളൊരു ഒന്നുമില്ലായ്മയിൽ നിന്ന്, നമ്മൾ ശൂന്യതയിൽ നിന്ന് വന്ന ഒരാളാണ്. ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങളാണ്, അത് ഈ സ്നേഹബന്ധങ്ങൾ. നമ്മൾ ഈ സ്നേഹത്തിൽ വസിക്കുന്നവരെ കൂടിയാണ് ദൈവമുള്ളത്. അപ്പോൾ നമുക്കൊരു ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നന്മ നമ്മൾ ആഗ്രഹിക്കും. കാരണം സ്നേഹമുള്ള ആൾക്ക് നമ്മളെപ്പോഴും അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അസൂയുള്ള ആൾ, നമുക്ക് ആരോടും അസൂയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യമുണ്ട്, വൈരാഗ്യം വരുമ്പോൾ നമ്മൾ അവരെ നന്മ ആഗ്രഹിക്കില്ല. നമ്മളോടൊരു 100 ആളുണ്ടെങ്കിൽ ഒരു 96 ആൾക്കും നമ്മളോട് സ്നേഹമാണ്. 4 ആൾക്കും നമ്മളോട് അസൂയ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടക്കേടുള്ള 4 ആളുണ്ടെങ്കിലും 96 ആൾ നമ്മളോട് സ്നേഹമുള്ളവരല്ലേ. ആ 96 ആൾ നമ്മളെ പറ്റി നല്ലത് പറയും. 4 ആൾ അസൂയ കൊണ്ടും കുശുമ്പുകൊണ്ടും മോശം പറയും. എങ്കിലും 96 ആൾ നല്ലത് പറയുമ്പോൾ എന്തായാലും 96 അല്ലേ വലുത് 4-നേക്കാൾ. അതിങ്ങനെ നിലനിന്ന് പോകും. കാലകാലങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അങ്ങനെ തുറന്നുകൊണ്ട് പോകും. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വന്ന് ചോദിച്ചത് നന്നായി. കച്ചവടം സത്യമാണ്. ഈ കണ്ടമാണി 3 മണി നേരമാണ്. ഈ നേരത്ത് നമ്മുടെ കുരിയച്ചറ ഈ ഭാഗത്ത് ആരെങ്കിലും സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. നല്ല വെയിൽ. അപ്പോൾ പറഞ്ഞത് ശരിയാണ്, കച്ചവടമില്ല. അത് ഓണം കഴിഞ്ഞതിൻ്റെ മാത്രമല്ല, പൊതുവെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കച്ചവടം ഇല്ലാത്തതിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾ വിഷമത്തിലാണോ സങ്കടത്തിലാണോ അത് ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് അറിയേണ്ടത്. നമ്മൾ വിഷമത്തിലാണ് ചോദിച്ചത്. കാരണം അവരുടെ കടയിൽ കച്ചവടമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടന്നു പോകും. അങ്ങനെ വിഷമിക്കില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു കച്ചവടം സ്ഥിരമായിട്ട് വരും. എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ആവശ്യം നമ്മുടെ ഫുഡ് ആയിട്ടല്ലേ. നമ്മളിപ്പോൾ ഇന്ന് ബിരിയാണി വെച്ച ആൾ നാളെ വെക്കില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ബിരിയാണി വെച്ചു, പിന്നെ ഒരടുത്ത ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വെക്കും. പിന്നെ നമ്മുടെ അങ്ങനത്തെ ഐറ്റല്ലേ, ഫുഡായിട്ട് ബന്ധപ്പെടുന്ന ഐറ്റല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡെയിലി അങ്ങനെ വാങ്ങിക്കില്ല.
അപ്പോൾ പാലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും മേടിക്കും. അങ്ങനെ മേടിക്കുന്ന ഡേറ്റ് അല്ലത്. എന്നാലും സ്ഥിരം നമ്മുടെ കാലാകാലങ്ങളിൽ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആൾ, നമ്മളറിയുന്ന ആളുകൾ, നമ്മളെ പരിചയമുള്ള ആളുകൾ, അവർ ഉറപ്പായിട്ടും കുഞ്ഞി സാധനമാണെങ്കിലും അവർ ഇങ്ങോട്ട് തന്നെ വരും. അത് ഈ സമയമാകുമ്പോൾ നട്ട് ചോദിക്കും. ഇപ്പോൾ ഈ വല്ല വണ്ടിക്കാർ വരണവർ നിർത്തി മേടിക്കുന്നതല്ലാണ്ട് ഈ സമയത്ത് വരില്ല. അതാണ് കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങളെ നല്ല മനസ്സിന് നന്ദി. ചോദ്യം ചോദിച്ചതിന് നന്നായി, അന്വേഷിച്ചതിന് നന്നായി. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അറിയാമെങ്കിൽ ചോദിച്ചു. ഇല്ല, നമുക്ക് ഇത്രയും കാര്യം അറിയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, നിങ്ങളെല്ലാവരും കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയാനാണെങ്കിൽ ചോദിച്ചോളാം. ശരി, അപ്പോൾ ശരി.